ഹലോ ചായമര നമസ്കാരം. വളരെ ഹാപ്പിയാണ്. കാരണം നമ്മുടെ ഒരു പയ്യനും കൂടെ IPL വരവറിയിച്ച് കഴിഞ്ഞ് വിഘ്നേഷ് പുത്തൂർ, മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയാണ്. അപ്പോൾ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഫസ്റ്റത്തെ മാച്ച് തന്നെ ഒന്നും പറയാനില്ല, കിണ്ണം കോച്ച് പെർഫോമൻസ് ചെക്കൻ നേടിയിട്ടുണ്ട്. 3 വിക്കറ്റാണ്, 3 മെയിൻ വിക്കറ്റ്. ഋതുരാജ് ഗെയ്ക്വാദ്, ദീപക് ഹൂഡ, അതേപോലെ തന്നെ ശിവം ദുബെ, ഈ 3 പേരുടെ മെയിൻ വിക്കറ്റാണ് ചെക്കൻ നേടിയത്. കാരണം ഏകപക്ഷീയമായിട്ട് ചെന്നൈ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാച്ചിൽ ചെക്കൻ വന്നിട്ട് കളി ഒന്ന് ജസ്റ്റ് തിരിച്ചിട്ടുണ്ട്. കളി മുമ്പേ തോറ്റിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ആ ഒരു ചെക്കൻ വന്നിട്ട് കളി ഒന്ന് ടൈറ്റ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചെക്കൻ നല്ല പെർഫോമൻസ് ആണ്. ചെക്കൻ ഇനിയും അവസരങ്ങൾ കിട്ടട്ടെ. അടുത്ത മാച്ചിൽ എനിക്ക് തോന്നുന്നത് ഹാർദിക് പാണ്ഡ്യയാണ് ക്യാപ്റ്റൻ തോന്നുന്നത്. കഴിഞ്ഞ ഫസ്റ്റത്തെ കളിയിൽ സൂര്യകുമാർ യാദവ് ആയിരുന്നു. സൂര്യകുമാർ യാദവ് നല്ല പെർഫോമൻസ് ചെക്കൻ ചെയ്യുന്നതുകൊണ്ട് നല്ല സപ്പോർട്ടായിരുന്നു കൊടുത്തിരുന്നത്. ഹാർദിക് പാണ്ഡ്യൻ്റെ അടുത്തുനിന്ന് ആ സപ്പോർട്ട് ചെക്കൻ പ്രതീക്ഷിക്കുന്നുണ്ട്, കിട്ടട്ടെ. പിന്നെ പറയാനുള്ളത് മാപ്രകളോടാണ്, മാധ്യമ പ്രവർത്തകരോടാണ് പറയാനുള്ളത്. നിങ്ങൾ ദയവ് ചെയ്ത് ചെക്കന നല്ലോണം നിങ്ങൾ പൊക്കുന്നുണ്ട്, അതേപോലെ പിടിച്ച് താഴത്തിടരുത് പാവം. കാരണം ചെക്കന് പ്രഷർ ഉണ്ടാകാൻ പാടില്ല. ചെക്കൻ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ പ്രഷർ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ പൊക്കിയിട്ട് നല്ലോണം ഇടും, നാലടി അടുത്ത മാച്ച് നല്ല അടി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ പിടിച്ച് താഴത്തിടുകയും ചെയ്യും. ചെക്കനൊരു പ്രഷർ ഈ പ്രായത്തിൽ കൊടുക്കരുത്. കാരണം വളർന്നു വരട്ടെ, നല്ല പയ്യനാണ്, ഓൾറൗണ്ടറാണെന്നാണ് കേട്ട്. ബോളിംഗ് ഇങ്ങനെയാണെങ്കിൽ ബാറ്റിങ്ങും അത്യാവശ്യം നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചെക്കന് നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. അപ്പോൾ മാപ്പറകളോടാണ് നിങ്ങൾ പ്ലീസ് ദയവ് ചെയ്ത് ചെക്കന് അധികം പ്രഷർ കൊടുക്കരുത് കേട്ടോ. ചെക്കന് കളിച്ച് വളരട്ടെ. അപ്പോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഓക്കെ.